നമസ്കാരം. കണ്ണൂർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിട്ടിയിൽ പീഡനത്തിനിരയായ ബംഗാളി പെൺകുട്ടിയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. അടിയന്തര സഹായമായി 25,000 രൂപ അനുവദിച്ചു. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. പ്രതികളെ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കാൻ കോടതി അനുമതി നൽകി. വിശദമായ വാർത്തകളിലേക്ക്. ഇരിട്ടി ഉളിക്കലിൽ പീഡനത്തിനിരയായ ബംഗാളി പെൺകുട്ടിയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. അടിയന്തര സഹായമായി 25,000 രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നേതൃത്വത്തിലുള്ള നിവേദക സംഘത്തെ മുഖ്യമന്ത്രി അറിയിച്ചു. ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയെ മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ നേതാവ് സുമാ ബാലകൃഷ്ണൻ അടക്കമുള്ളവർ സന്ദർശിച്ചു. AICC അംഗവും മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ നേതാവുമായ സുമാ ബാലകൃഷ്ണനും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAയും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തര ധനസഹായമായി 25,000 രൂപ അനുവദിച്ചത്. കൂടുതൽ സഹായം നൽകുന്ന കാര്യം ആലോചിച്ചു വരികയാണെന്ന് സംഘത്തെ ബന്ധപ്പെട്ടവർ അറിയിച്ചു. ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയെ സുമാ ബാലകൃഷ്ണൻ, കണ്ണൂർ നഗരസഭാ ചെയർപേഴ്സൺ MC ശ്രീജ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ, PV ജയസൂര്യ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നീര വത്സൻ തുടങ്ങിയവർ സന്ദർശിച്ചു. സംഭവം കേരളീയ സമൂഹത്തിന് അപമാനകരമാണെന്ന് സുമാ ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരത്തോട് യോജിക്കാത്തതാണ്. ആ കുറ്റവാളികൾ ആരായാലും അതിന്റെ പ്രതികൾ ആരായാലും അവർക്ക് തക്ക ശിക്ഷ, മാതൃകരമായ ശിക്ഷ നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനിടെ പെൺകുട്ടിക്ക് സർക്കാർ കൂടുതൽ ധനസഹായം നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ക്യാമറമാൻ ഷിജുവിനൊപ്പം ഷാജി ദാമോദരൻ, കണ്ണൂർ വിഷൻ. ബംഗാളി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കാൻ തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകി. കൂത്തുപറമ്പ് കോടതിയിലെ വനിതാ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പരേഡ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒരാഴ്ച മുമ്പ് ഉളിക്കലിൽ ബംഗാളി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് കേസിന്റെ നിർണായക ഘടകമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. തിരിച്ചറിയൽ പരേഡ് ദിവസം വെള്ളിയാഴ്ചയാണ് കോടതി തീരുമാനിക്കുക. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയ അനുമതിയുടെ പകർപ്പ് ഇരിട്ടി CI VV മനോജ് കൂത്തുപറമ്പ് കോടതിയിലും പ്രതികൾ റിമാൻഡിൽ കഴിയുന്ന കണ്ണൂർ സ്പെഷ്യൽ ജയിലിലും നൽകിയിട്ടുണ്ട്. കൂത്തുപറമ്പ് കോടതിയിലെ വനിതാ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയാൽ പെൺകുട്ടിക്ക് ഭീതിരഹിതമായി മൊഴി നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതേസമയം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മനോരോഗ സെല്ലിൽ വിദഗ്ധ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റം വന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. പെൺകുട്ടിക്ക് സർക്കാർ സംരക്ഷണം നൽകണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷനും വിവിധ സന്നദ്ധ സംഘടനകളും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജില്ലാ ഭരണകൂടം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ദേശീയപാതാ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിക്കുന്ന വിലയല്ല, കമ്പോള വിലയാണ് ഭൂവുടമകൾക്ക് സർക്കാർ നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാരി വ്യവസായ സമിതി തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.